നമുക്കുണ്ടല്ലോ ഒരു ബാപ്റ്റിസം ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യാനുണ്ട്. അത് കാലിക്കറ്റുള്ള നമ്മുടെ സിന്ധു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനത് കാണിച്ചിടാം. സത്യം പറഞ്ഞാൽ ശുഭമായിട്ട് ഇറങ്ങിയപ്പോൾ കറണ്ടില്ല സുഹൃത്തുക്കളെ. നമ്മളിതിൽ ചൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ സോഫ്റ്റ് ഓർഗൻസയാണ് കേട്ടോ. സോഫ്റ്റ് ഓർഗൻസയും സാറ്റിനും പിന്നെ ഒരു നല്ല അടിപൊളി ലേസും കൂടിയാണ് ആഡ് ചെയ്ത് ഇതിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതെന്ന് പറയാം. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ കുഞ്ഞുവാവേന്റെ മെഷർമെന്റ് ചേച്ചി എങ്ങനെയോ എനിക്ക് സെറ്റ് ചെയ്തെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും രണ്ടെന്നും പറഞ്ഞു കൂട്ടിയും കുഴിച്ചും കുറച്ചും എങ്ങനെയൊക്കെയോ ഞാൻ പാറ്റേൺ എന്തായാലും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്ത് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ഔട്ട്ലുക്ക് ദാ ഇവിടെ ഇങ്ങനെ എത്തുകയാണ് സുഹൃത്തുക്കളെ. ഒരു ഫുൾ ലെങ്തിലേക്കാണ് നമ്മൾ ആ ഫ്രോക്കിനെ ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡും അങ്ങനെയാണല്ലോ. ഡ്രസ്സെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഞാൻ അമ്മേനെ കാണിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്ന് പറയുന്ന എടി മരിയെ നീ ചെയ്ത് തെറ്റി ഇത്രയും ഇറക്കമൊന്നുമില്ല പിള്ളേരുടെ ഡ്രസ്സിന്, നീ എന്താ ഇത്ര ഇറക്കത്തിൽ വെച്ചേക്കുന്നതെന്നൊക്കെ. എന്തായാലും അതിൻ്റെ കൂടെ ഒരു ബോണറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കുഞ്ഞ് 2 ഷൂവും കൂടെ. ഇത്രയും നമ്മുടെ സെറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞുടുപ്പുണ്ടല്ലോ അത്ര ലക്ഷറി ഫീൽ ആയിരുന്നു നമുക്ക് തരുന്നത്. അതിൻ്റെ ആ ഒരു വർക്ക് ആയിക്കോട്ടെ പാറ്റേൺ ആയിക്കോട്ടെ ചെയ്തേക്കുന്ന ഒരു ഫിനിഷിംഗ് ഉണ്ടല്ലോ, മാക്സിമം അതിൻ്റെ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം സോഫ്റ്റ് ഓർഗൻസ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിൽ പണിയുന്നവർക്കറിയാം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കസ്റ്റമൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ.